ഒരാളെ നിയമിക്കുക അല്ലെങ്കിൽ ആ പൊസിഷന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഇലക്ഷൻ നടത്തുക, ആ രീതിയിലായിരുന്നില്ല മുന്നോട്ട് പോകേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു കൂട്ടരാജിയിലേക്ക് അമ്മ ഇപ്പോൾ കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? അത് എനിക്കും മനസ്സിലാവുന്നില്ല. കാര്യം കൂട്ടരാജിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ മാറ്റുക, രണ്ടാണെങ്കിൽ രണ്ടുപേരെ മാറ്റുക. അതിന് പകരം ഒരു ജനറൽ ബോഡി, അതായത് 506 പേരായിട്ടുള്ള മനുഷ്യന്മാർ ഒരു വലിയൊരു സമൂഹം തിരഞ്ഞെടുത്ത ഒരു ജനറൽ ബോഡി അല്ല ഒരു കമ്മിറ്റി, അത് ഒന്നടങ്കം രാജിവെച്ച് പോവുക എന്ന് പറഞ്ഞാൽ അത് ആ വോട്ട് ചെയ്തവരെയും ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മൂല്യത്തെ ബഹുമാനിക്കുന്നവരെയും അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരിക്കലും ആ കൂട്ടരാജിയെ ഉൾക്കൊള്ളുന്നില്ല. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഈ 506 പേര് ഈ അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങും ഇലക്ഷനും ഒക്കെ വരുന്നത് കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് വന്ന് അവരെടുത്തൊരു തീരുമാനത്തിന് എന്താ പറയുക, അതിനൊരു വില കൊടുക്കാത്ത പോലെയാണ് എനിക്കിതിനെ തോന്നിയത്. എന്തോ ഞാനതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ആ സ്ത്രീകളോട് കുറ്റാരോപിതരായ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ നിങ്ങളുടെ കൂടെയാണ് എന്ന് അമ്മ പറയലായിരുന്നു ഇച്ചിരി കൂടെ അതിനൊരു അന്തസ്സും അഭികാമ്യവുമായിരുന്നത്. അതായിരുന്നു. ഈ മോഹൻലാൽ നല്ല മനുഷ്യനാണ്, പക്ഷേ ചില ഉപഗ്രഹങ്ങളാണ് അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നതെന്ന് പറയാറുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടപ്പെട്ട ആളുകൾ പുള്ളിയെ കൊണ്ട് വരുന്നതായിരിക്കും. അങ്ങനെ അല്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാൾ വളരെ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണ്. ഞാൻ പറയാം, ഇപ്രാവശ്യത്തെ അമ്മയുടെ ആ വാർഷിക യോഗത്തിന് അദ്ദേഹം വന്നത് ഗുജറാത്തിൽ നിന്നാണ്. ആ ഗുജറാത്തിൽ നിന്ന് അദ്ദേഹം വന്നത് സ്വന്തം ചെലവിൽ ഹെലികോപ്റ്റർ പിടിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഈ സംഘടനയോട് എത്ര ഇഷ്ടമുള്ളതുണ്ടാവും? ഒരു വാക്ക്, ചുമ്മാ ഒരു കത്തെഴുതി വെച്ചാൽ മതി. എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ തിരക്കായിട്ട് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ കാണാം എന്നൊരു കത്ത് എഴുതി വെച്ചാൽ മതി. നേരെ മറിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഹെലികോപ്റ്ററിനകത്ത് ഗുജറാത്തിൽ നിന്ന് ഇവിടെ വരെ വരിക എന്നുള്ള ഈ സംഘടനയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു മഹാത്മ്യമാണ്. പക്ഷേ ഈ കൂട്ടരാജി എന്താണ് എന്നെനിക്ക് അറിയില്ല. കാര്യം ഒരാൾക്കെതിരെ ആരോപണം വരുന്നു, അത് കഴിയുമ്പോൾ തൊട്ടടുത്ത ഒരു ആരോപണം വരുന്നു. ഇങ്ങനെ ആരോപണം വന്ന് എല്ലാവരെയും വെളിയിൽ പോകേണ്ടി വരുമോ എന്നുള്ള തോന്നലിൽ നിന്നാണോ ഇത് വന്നത്? അതോ ഇനി ആരോപണം വരുന്നവർക്ക് ഒരു സങ്കടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഈ രാജിയെ ഒരിക്കലും എന്താ പറയുക, അമ്മ അസോസിയേഷനിലെ ഒരു ജനാധിപത്യ ഇത് വരണം എന്നാഗ്രഹിച്ച് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരാൾ ശ്രീമാൻ ജഗദീഷ് അവറുകളാണ്. കാര്യം അദ്ദേഹമാണ് അസോസിയേഷൻ്റെ ഇലക്ഷൻ്റെ തലേ ദിവസം ശ്രീമാൻ പത്മശ്രീ മോഹൻലാൽ അവറുകളെ പ്രസിഡന്റ് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ, അനൂപ് ചന്ദ്രനും ജയനും കുക്കു പരമേശ്വരനും ഒക്കെ അടങ്ങുന്ന, അങ്ങനെ വാക്കാൽ പറഞ്ഞില്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ളവരെല്ലാവരും റിബലാണ്, ഞങ്ങളാണ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടവർ, ഞങ്ങളാണ് മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുന്നവർ, മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പാനൽ ഞങ്ങളെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നതെന്ന് ഓരോ ആൾക്കാരെ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അന്ന് ലാലേട്ടൻ അവിടെ നിന്നുകൊടുത്തു, നിശബ്ദനായി അദ്ദേഹം നിന്നുകൊടുത്തു. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഈ കാണുന്നത്. നമ്മൾ അന്നും പറയുന്ന ഇതാണ്, അമ്മ അസോസിയേഷൻ എന്ന് പറയുന്നൊരു സാംസ്കാരിക സംഘടനയാണ്. ആ സാംസ്കാരിക സംഘടനയ്ക്ക് അതിൻ്റെ മൂല്യത്തോടെ പോകാനായിട്ട് മിനിമം വേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യന്മാർ അതിൻ്റെ തലപ്പത്തേക്ക് വരണം, ആരോപിതരായ മനുഷ്യർ മാറി നിൽക്കണം എന്ന് തന്നെയാണ് അന്ന് ഈ തെരഞ്ഞെടുപ്പിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞാനും അതുപോലെ തന്നെ ചേർത്തല ജയനും കുക്കു പരമേശ്വരനൊക്കെ പറഞ്ഞത്. അത് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇലക്ഷൻ്റെ തലേ ദിവസം ഇങ്ങനത്തെ ഒരു നിലപാട് ശ്രീമാൻ ജഗദീഷ് അവറുകൾ എടുത്തതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അമ്മ അനുഭവിക്കുന്നത്. ജഗദീഷ് ഏട്ടൻ അങ്ങനെ പറയാൻ അർഹതയുള്ള ഒരാളല്ല. കാര്യം അദ്ദേഹമാണ് തലേ ദിവസം ഒഫീഷ്യൽ പാനൽ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട്. അത് അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അവിടുത്തെ അമ്മ അസോസിയേഷൻ ഓഫീസിൽ അദ്ദേഹം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഇല്ലാത്തയാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അകത്ത് ഓഫീസിലകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന കമ്മിറ്റിക്ക് അകത്ത് കയറി ഇരുന്നതിന് ശേഷം കമ്മിറ്റി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ നടുക്ക് നിർത്തിക്കൊണ്ട് ശ്രീമാൻ ബാബുരാജ് അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഉണ്ട്. എൻ്റെ കൈവശം അതിൻ്റെ വീഡിയോ ഉണ്ട്. അത് ഇദ്ദേഹം മുഴുവൻ അമ്മ മെമ്പേഴ്സിനും അയച്ചു കൊടുത്ത വീഡിയോ ആണത്. ആ അയച്ചു കൊടുത്ത വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ. അതിൻ്റെ ദുരന്തമാണ്. അങ്ങനെ ഒരു ഒഫീഷ്യൽ പാനലിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിലപാട് ജഗദീഷിൻ്റെ എടുക്കുന്നത് എന്താ പറയുക, ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ്, ഈ ക്യാമറ അന്വേഷണം അല്ലെങ്കിൽ ക്യാമറ അറ്റൻഷൻ കൂടെ എനിക്ക് കിട്ടണമെന്നൊരു ആഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഈ ഞാനൊരു കാര്യം പറയട്ടെ, തിരിച്ചടി എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്നത് ഒരു, ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, കുറേ സാധുക്കളായ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായൊരു സംഘടനയാണ്. അല്ലാതെ സിനിമയുടെ ആധികാരികമായ കാര്യങ്ങൾ അഭിപ്രായം പറയാനുള്ള ഒരു സംഘടനയല്ല. ഒരു സാധാരണ ഒരു ചാരിറ്റി സൊസൈറ്റിയാണ് അമ്മ അസോസിയേഷൻ. ഇതിനകത്ത് പിന്നെ സമ്പന്നതയുടെ ഒരു സംഭവവും സിനിമ എന്ന് പറയുന്നൊരു സംഭവം കൂടെ കൂടിച്ചേരുമ്പോഴാണ് വേറൊരു തരം മുഖം ഇതിന് വരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് തിരിച്ചടി പറ്റിയോ അല്ലെങ്കിൽ അമ്മ നിലപാടെടുക്കാൻ താമസിച്ചോ എന്നുള്ളതല്ല. കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചർച്ചയ്ക്ക് തയ്യാറാകാൻ എടുത്തൊരു സമയത്തിൻ്റെ ഒരു ലാപ്സ് ഉണ്ട്. അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 50% വനിതകൾ, ഇപ്പോൾ വനിതകൾക്ക് സംവരണമുണ്ടായി. വനിതകൾ ഇത് എത്രമാത്രം ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്, എത്ര കമ്മിറ്റികൾ കൃത്യമായി വരുന്നുണ്ട്, അമ്മ അസോസിയേഷൻ്റെ പ്രവർത്തനം എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളത് ഈ അടുത്തിട തൊട്ടാണ് അമ്മയെക്കുറിച്ച് എല്ലാവരും കൃത്യമായി ചിന്തിച്ചു തുടങ്ങിയത്. അതിന് മുമ്പ് വരെ നമ്മൾ വനിതാ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് വെക്കും, പലരും വരാതെയായി. അങ്ങനെയാണ് വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടി പിന്നെ ആരും ശ്രദ്ധിക്കാതിരുന്നത്. പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 50 അല്ല 100% വനിതകൾ വന്നാലും ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നമ്മൾ മത്സരിപ്പിക്കാൻ കാരണമായത്. ഞാനൊരു കാര്യം പറയാം, ഇതൊരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ അമ്മ അസോസിയേഷൻ്റെ തലപ്പത്ത് നിന്ന് ഒരാൾ മാറി നിൽക്കും. മറിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തെ മാറി നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത്. ഒരു സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തുനിന്ന് മാറി നിൽക്കാൻ സാംസ്കാരിക പ്രവർത്തനം എന്നതിൽ നമുക്ക് പറയാനാവും.